ഹലോ ഗായ്സ്, മൈ നെയിം ഈസ് ഫാൻഡം ബോയ് വെയിറ്റ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കേവ് എക്സ്പ്ലോറർ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ എന്നായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ മറ്റേ സ്പൈ ഗ്ലാസ് ക്വസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ ഗോട്ട് ഹോണിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ലൈറ്റ് കിട്ടുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിതൊന്ന് ഇപ്പം തന്നെ ക്വസ്റ്റ് ഒന്ന് എടുത്തേക്കാം. അപ്പം നമുക്ക് അതെ ഇന്നും ഇത് കാണിക്കുന്നുണ്ട് മറ്റേ ഇത്. അപ്പം നമ്മൾ നേരെ പോകുന്നു. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അത് ചെയ്യുന്ന സ്ഥലത്തേക്കായിരിക്കണം. നമുക്ക് ഈ കോമ്പസ് നോക്കി അങ്ങ് പോവാം. ഗൈസ്, പിന്നെയും പരസ്യം. ഇന്നലെ ഫുള്ള് പരസ്യമായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാനിന്ന് ഇതാക്കിയിട്ടിരിക്കുന്നു. ഇങ്ങോട്ടേക്കാണ്. ഇങ്ങോട്ടേക്കാണ്. ഇതൊക്കെ എന്നാ വഴി? ഇതിലൊക്കെ എങ്ങനെയാ പോകുന്നത്? എന്തെങ്കിലുമൊക്കെ ആട്ടെ. നമ്മൾ ഇവിടെ ഇത് തന്നെ റേഞ്ചാണ്. പുള്ളിയുടെ അടുത്ത് ടോക്ക് ചെയ്യാം. വി കുഡ് റിയലി യൂസ് ഞാൻ ഒന്ന് വായിക്കട്ടെ ഗൈസ്. ഓക്കെ, നമ്മളിത് ചെയ്യാൻ പോകുന്നു. ഇന്നൊരു സംഭവം ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. ഞാൻ ഇന്നത്തെ ഒച്ച മുഴുവൻ ഞാൻ കുറച്ചിട്ട് ഇനി ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് കേൾക്കത്തുള്ളൂ. ഓക്കെ, ഇനി എങ്ങോട്ടാണോ എന്താ പോകേണ്ടത്? ഫൈൻഡ് ദ ഹെഡ് ഓഫ് ഗോഡ്സ്. ഇങ്ങോട്ടേക്ക് എങ്ങനെയാണോ? എനിക്ക് വഴി അറിഞ്ഞൂടാ, അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഞാനിതിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? അയ്യോ സുഹൃത്തെ, എനിക്ക് വഴി അറിഞ്ഞൂടാ. ഫൈൻഡ് ദ ഹെഡ് ഓഫ് ഗോഡ്സ്. അങ്ങോട്ടേക്കാണ് വഴി. ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. നോക്കിയാൽ പറയാം. ഞാനിപ്പോൾ അപ്പുറത്തെ സൈഡിലോട്ടേക്ക് പോയേനെ. ചടിക്കോ ഇതിനൊക്കെ വഴിയുണ്ടായിരുന്നു ഗൈസ്. ഇന്നലത്തെ എപ്പിസോഡിൽ തുടങ്ങുന്ന സമയത്ത് ഒരു ഇൻട്രോ ഉണ്ടായിരുന്നു, ഒരു ആനിമേഷൻ പോലൊരു സംഭവം. അത് കാണിച്ചായിരുന്നു. അന്നേരത്തേനും ഒരു സീൻ കാണിച്ചിട്ട് പെട്ടെന്ന് സ്റ്റക്കായിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ ലോഡ് ചെയ്ത പോലെയാണ് കാണിച്ചത്. അവിടെ എന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്നേരമായിരുന്നു ഈ വില്ലേജ് സത്യത്തിൽ ഒരു സാധാ ലാൻഡിൽ ഇരുന്നായിരുന്നു. അത് ഇടിഞ്ഞ് താഴോട്ടേക്ക് വീണു. അതാണ് ആ സീന് സംഭവിച്ചത്. അതായിരുന്നു മെയിൻ സീന്. അതും കാണിക്കാൻ പറ്റിയില്ല. സാരമില്ല. വാച്ച് ഔട്ട് ഫോർ പൗഡേർഡ് സ്നോ അപ്പ് ദ. പൗഡേർഡ് സ്നോ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മുങ്ങിപ്പോവായിരിക്കും. ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ പൗഡേർഡ് സ്നോ ഒക്കെ അകത്ത് മുങ്ങിപ്പോയതല്ലേ. അയ്യോ, ഇതെല്ലാം പൗഡേർഡ് സ്നോ അല്ലേ? ഇല്ല, പൗഡേർഡ് സ്നോയുടെ ടെക്സ്ചർ എനിക്കറിയാം. ഇതൊക്കെ പൗഡേർഡ് സ്നോ ആണ് കേട്ടോ. ചടിക്കോ? അയ്യോ, ഇത് കണ്ണും പിടിക്കുന്നില്ലല്ലോ കേട്ടോ. അയ്യോ, എങ്ങോട്ടായിരുന്നു പോകേണ്ടത്? അങ്ങോട്ടേക്കൊക്കെ അങ്ങനെ ആയിരിക്കേണ്ടതാണ്. പൗഡേർഡ് സ്നോ. ഇത് പൗഡേർഡ് സ്നോ ആണ്. അയ്യോ, മുങ്ങിപ്പോയി. ഇതേതാണ് സ്ഥലം? തിരിച്ചാണ്. ഇത് നമ്മൾ തിരിച്ച് പിന്നെയും കയറി പോകണം അല്ലേ? തരും മൂന്നാമത്തെ. പിന്നെ മുങ്ങിപ്പോയി. സബാഷ്. ഓനോ ചടിച്ചോ. ഫസ്റ്റ് പിന്നല്ലാതെ ഞാനിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇതിപ്പം എന്തായാലും ഇതൊന്ന് ഇന്നത്തെ ബ്ലോക്കൊന്നും നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ലല്ലേ? ചടിക്കോ. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇതാണെങ്കിൽ ചുമ്മാ പൗഡേർഡ് സ്നോ പറഞ്ഞ നിലത്തോട്ട് നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ ഈ ചടിക്കോ. അയ്യോ, പൗഡേർഡ് സ്നോ. ഞാനൊന്ന് അപ്പുറത്തെത്തിക്കോട്ടെ ഗൈസ്. ഞാൻ ഇവിടെ ഒത്തിരി തവണ തോറ്റിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഈ പൗഡേർഡ് സ്നോയുടെ ഒരു ടെക്സ്ചർ ഉണ്ട്. അതിങ്ങനെ ക്രൗച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ അങ്ങ് വായിച്ചാൽ മതി. ഇതേ നിൽക്കുന്നു ബോട്ട്. എങ്ങനെ അതിൻ്റെ മേളിലോട്ടേക്ക് കയറണം? ഇനിയിപ്പം ഇവിടെ പൗഡേർഡ് സ്നോ പറഞ്ഞൊന്നും മേളിലോട്ടും നോക്കാൻ പറ്റുന്നില്ല. ഇതിലേ പോകാൻ പറ്റും. അയ്യോ, പിന്നെ ഇത് എത്തിയോ? അന്നേരം ഇങ്ങനെ എത്തിയിട്ട് ചാടും. ക്രൗച്ച്.
സിമ്പിൾ. ഇത്ര സിമ്പിളായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അയ്യോ ഗൈസ് 1 മിനിറ്റ് ഗൈസ്, ഞാൻ അങ്ങനെ കടന്ന് ഇവിടെ എത്തി. ഇനി നമുക്ക് കുറച്ച് പാർക്കോറാണ്. ഇത് തെന്നും, അതാണ് പ്രശ്നം. അപ്പോൾ ഗൈസ് ഞാൻ ബാക്കിയും കൂടെ ചാടുക. യെസ് യെസ്, ഇവിടെ എത്തി. ഇവിടെ പൗഡേഴ്സിനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ടേക്കാണ് പോകണ്ടേ? അവിടെ അവന്മാർ നിൽപ്പുണ്ട്, അപ്പൊട്ടന്മാർ. ഇനി അങ്ങോട്ടേക്ക് ചെല്ലണം. ഉമ്മാരെങ്ങനെ കൊണ്ടുപോകും? അയ്യോ, ഉമ്മാരെ നമ്മളെങ്ങനെ കൊണ്ടുപോകുന്ന എന്നെ സംഭവം? റിട്രീവ് ഗോട്ട് ഹോൺ. മനസ്സിലായി. അതായത് ഉമ്മാരെ നമ്മൾ ഇടിപ്പിക്കണം. അവന്മാർ നമ്മളെ ഇടിക്കാൻ വരുമ്പം നമ്മൾ മാറണം. അവന്മാരുടെ മൂക്കൊന്ന് ഇടിക്കുമ്പോഴത്തേനും ഇത് താഴോട്ടേക്ക് ചാടും. മറ്റേ ഗോട്ടിൻ്റെ ഹോർണ് പോവും. അതാണ് സംഭവം. എങ്ങനെ ഒന്ന് ഇതാക്കുന്നത്? ഇന്നിങ്ങനെ ക്രൗച്ച് ചെയ്ത് കാണിക്കാം നമുക്ക്. ഇങ്ങനെ ഹലോ. നോക്ക്. ഹലോ ഗായ്സ്, ഇവനെങ്ങനെ ഇവനെ അടുത്തോട്ടേക്ക് കൊണ്ടില്ലെന്ന്? ഇങ്ങനെ വന്നാൽ മതിയോ? അടിക്കണോ? അവന്മാരെ ഇടിപ്പിക്കണം തോന്നുന്നു. കുത്തിക്കെട്ട് പോയി. അയ്യോ, ഇപ്പുറത്തെത്തി വന്നു. എങ്ങനെ മേലെത്തും? ഇതിലെ മേളിൽ ചാടി നമുക്ക് ഈ മരത്തിൻ്റെ മേളിൽ കൂടെ അപ്പുറത്തെ സൈഡ് എത്താൻ പറ്റുമോ? ചാടിക്കോ. യെസ്, ഇവിടെ എത്തി. ഇനി അങ്ങോട്ടേക്കൊന്ന് ചാടാൻ പറ്റണം. എത്തി നമ്മുടെ ഇവിടെ. ഇനി നമുക്ക് ഇതിനെ മണ്ടേ ചാടിയിട്ടും കാര്യമില്ല. നമ്മളങ്ങനെ അവിടെ എത്തുന്നത് ഇവിടെ എങ്ങാണ്ട് ഇതിലെ പോകാനുള്ള വഴിയാണോ? അല്ല, വെറുതെ ഇങ്ങോട്ടേക്ക് ചാടി. ഇവന്മാരെങ്ങനെ ഇത് എത്തിക്കുന്നേ? അറിയാനും പാടില്ലല്ലോ. നോക്കടാ ഇടിക്കണോ ഒന്ന്? ഒന്നും ഇടിക്കുന്നില്ലേ? ഇവന്മാരെന്നോട് ഇടിക്കാത്തേ? ഗൈസ്, ഞാൻ ആ ഗോട്ട് ഹോണൊന്ന് ഒപ്പിച്ചോട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടെത്തി. അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്ത്, ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു. ഞാനിപ്പോൾ സൗണ്ട് കേൾപ്പിക്കാവേ. സൗണ്ട് കൂട്ടിയിട്ടെ. കേൾക്കാം. ഇതേ സാധനം സുധിയാണൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കയറാനുള്ള വഴി എനിക്ക് അറിഞ്ഞൂടാ. സബാഷ്. അങ്ങനെ കയറും. നേരത്തെ വഴി ഉപയോഗിച്ചാലോ? നേരത്തെ വഴി ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂല. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ മുകളിൽ കയറി ഞാൻ കുറച്ച് പാർക്കോറൊക്കെ ചെയ്ത് എന്ത് ചെയ്യാനാണെന്ന് പറയാം. പാർക്കോർ ദൈവം. ഇങ്ങനെ ഇവിടുന്ന് ഇനി അതിൻ്റെ മണ്ടലോട്ട്, ഇവിടുന്ന് എന്നിട്ട് ആ ബ്ലോക്കിൻ്റെ മണ്ടലോട്ട്. ഇനി യെസ്, ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇത്രയല്ല, ഇനി ഇച്ചിങ്ങുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടലോട്ട് ചാടണം. ഇതിൻ്റെ മണ്ടലോട്ട് പിന്നെ ചാടണം. എന്നിട്ട് നമ്മളത് ഇതിൻ്റെ മണ്ടലോട്ടൊന്ന് ചാടിയാൽ മതി. ഇവിടെ ഒരു മൈൻ കാർട്ട് ഇരിപ്പുണ്ട്. അതേ കയറിയാണ് പോകുന്നത്. നേരത്തെ അടങ്ങി കിടന്ന വഴിയല്ലേ ഇത്? ബെസ്റ്റ്. എൻ്റെ സമയം വെറുതെ കളഞ്ഞു. ഇത് എന്നതാ ഇത്? അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കണ്ട് വേണം പോകാൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ, അതാകുമ്പോൾ മുഴുവനൊന്ന് കാണാനൊക്കെ പറ്റും. ഓക്കെ. അല്ലല്ല, ഇതിന് ഓക്കെ. ഇങ്ങനെ പോവുകയാണ് നമ്മൾ. വില്ലേജൊക്കെ മുഴുവനും ഇപ്പോൾ കാണാൻ പറ്റേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ ഇരുന്നോട്ടെ, ടണലൊന്നുമില്ല. ഇതൊക്കെ കണ്ടോടാ, ജാഗ്ഡ് പീക്സ്. അയ്യോ, പിന്നെയാണ് ടണൽ. നമ്മൾ വില്ലേജിൻ്റെ അടുത്തെത്തി. ഇതാണ് ആ വില്ലേജ്. അതായത് ഇവിടുന്ന് ആ ഒരു നേരത്തെ ഇങ്ങനെ മേളിലിരുന്നാണ്, അത് ഇടിഞ്ഞ് വീണ് താഴോട്ടേക്ക് പോയി. അങ്ങനെയാണ് സംഭവം. ഞാനല്ലേ കണ്ടുള്ളൂ, നിങ്ങൾ കണ്ടില്ലല്ലോ. എങ്ങോട്ടേക്കാണ്? നേരെയല്ലേ? നേരെ. പോട്ടെ. അയ്യോ, പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ലാഗൊക്കെ ഉണ്ട് ഗൈസ്, അതാണ്.
ഇന്നലത്തെക്കാട്ടിലും ലെന്തൊന്നും ഇല്ല ഇന്നത്തെ വീഡിയോയ്ക്ക്. വെറും 9 മിനിറ്റേ ആയുള്ളൂ, 10 മിനിറ്റേ ആയുള്ളൂ. ഇവിടെ എത്തി നമ്മൾ. അങ്ങനത്തെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ എൻ്റെ മുഖം എന്തി അവിടെ ഉണ്ട്. ഓക്കെ, നമുക്കിനി മുന്നോട്ടേക്ക് നടന്നാൽ മതിയായിരിക്കണം. ശ്വാസം മുട്ടുന്നു ഇന്നലത്തെ പോലെ സംസാരിച്ചായിരിക്കും. അയാൾ എവിടെയായിരുന്നു? നമ്മള് സെയിം സ്ഥലത്ത് തന്നെയല്ലേ എത്തിയത്? തക്കാളി വെള്ളത്തിൻ്റെ മണ്ടേ കൂടെ നമുക്ക് ചാടി കത്തോളി. എന്തി പുള്ളി വേണ്ട ഇവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാര എന്നാ പുള്ളിക്കാര വിളിക്കാനാണോ പറയുന്നത്? ഓക്കെ, നീ എടുത്ത യു ആർ വെൽക്കം. ക്വസ്റ്റ് കംപ്ലീറ്റഡ്. ഏരിയ റിപ്പയർഡ്. അന്നേരം ഏരിയയും റിപ്പയർഡ് ആയോ? എന്തൊക്കെയൊക്കെ ആട്ടെ, ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ കടമ നിറവേറ്റി. നമ്മൾ വെള്ളത്തിൽ ചാടില്ല. എനിക്ക് ഫോൾ ഡാമേജ് ഇല്ലല്ലോ ഇതിനകത്ത്. അയ്യോ, അങ്ങനെ ഗൈസ് ഞാനിപ്പം എന്നാ അതായത് എന്തെങ്കിലുമൊക്കെ ആട്ടെ, ഞാൻ എന്താ പറയാൻ വന്നതാണ് മറന്നുപോയി. അങ്ങനെ ടൗൺ ഹാളെത്തി. എനിക്കിനി അമ്മയുള്ള ജാഗ്രത വീക്സിൻ്റെ അവിടെ ഒന്നുകൂടെ പോകണം, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം. എന്നാലേ എനിക്ക് ഇന്നത്തെ വീഡിയോയുടെ തമ്പനെയിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം, ഫിനിഷ് ചെയ്യാം. പുറകോട്ടേക്ക് പോകും. ഇവിടെ നിൽക്കുക, ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുക, നേരെ നോക്കി നിൽക്കുക. ഇങ്ങനെ തന്നെ. എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റ്. അപ്പം ബൈ ഗൈസ്. ഇന്നത്തെ കേവ് എക്സ്പ്ലോറർ സീരീസിൻ്റെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നാളത്തെ എപ്പിസോഡായിട്ട് കാണാം. ബൈ.